إن الحمد لله خالق السماوات والأرض وجاعل الظلمات والنور وفالق الحب والنوى. إن الحمد لله منزل القرآن في ليلة القدر ليلة خير من ألف شهر. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. പ്രിയമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന്, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അനന്തമായ, അജ്ഞാതമായ, അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം, അജയ്യമായ പ്രകാശം, അനന്തമായ പ്രകാശം, അറ്റമില്ലാത്ത പ്രകാശമാണ്, പ്രപഞ്ചത്തിന്റെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആൻ പ്രകാശമാണ്, നൂറുൻ മുബീൻ, കാര്യങ്ങളെ വ്യക്തമാക്കുന്ന പ്രകാശം. ആ പ്രകാശത്തിൽ നിങ്ങൾക്ക് ശരിതെറ്റുകളെ കാണാൻ കഴിയും, ശരിയേതെന്നും തെറ്റേതെന്നും മനസ്സിലാക്കാൻ കഴിയും, ധർമ്മമേതെന്നും അധർമ്മമേതെന്നും വിവേചിച്ചറിയാൻ കഴിയും, ഹിതമേതെന്നും അഹിതമേതെന്നും മനസ്സിലാക്കാൻ കഴിയും, മുന്നിലേക്കുള്ള വഴി തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള പ്രകാശം നൂറുൻ മുബീൻ ആണ് ഖുർആൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീപമാണ്, വിളക്കാണ്, ദീപസ്തംഭമാണ്, സിറാജും മുനീർ. ആ മഹാസ്തംഭത്തിന്റെ മുന്നിൽ മറ്റെല്ലാം പ്രകാശിതമാകും. ആ പ്രവാചകന്റെ പാദസ്പർശമേറ്റ മണ്ണ് പ്രകാശിതമാകും.
അദ്ദേഹത്തിന്റെ സ്പർശനമേറ്റ ശരീരം പ്രകാശിതമാകും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച മനുഷ്യർ പ്രകാശിതരാകും. അദ്ദേഹത്തെ പിന്തുടർന്ന ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളും പ്രകാശിതരാകുന്ന രൂപത്തിൽ സിറാജും മുനീർ പ്രകാശിപ്പിക്കുന്ന വിളക്കാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എന്ന ആ മഹാപ്രകാശത്തിൽ നിന്ന് ഖുർആൻ എന്ന മഹാപ്രകാശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദീപത്തിലേക്ക് ഇറങ്ങി വന്ന രാവ് ഉൾക്കൊള്ളുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമളാനിലെ അവസാനത്തെ 10, റമളാനിലെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ ഒന്നിൽ ആണ് ആ മഹാപ്രകാശത്തിൽ നിന്ന് ഖുർആനാകുന്ന പ്രകാശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദീപസ്തംഭത്തിലേക്ക് കടന്നു വന്നത്. അന്നാണ് ആ വിണ്ണ് മണ്ണിനെ ചുംബിച്ചത്. ആ രാത്രിയിലാണ് അഭൗതികതയുടെ ആ ജീവിതസാരം ഭൗതിക ജീവിതവുമായി സന്ധിക്കുന്നത്, ഭൗതിക ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ കാരണമായിട്ടുള്ള പ്രചോദനമായി ചാലകശക്തിയായി മാറുന്നത്. ആ രാവ് വെറുമൊരു രാവല്ല, ലൈലത്തുൽ ഖദർ നിർണായകമായ രാവാണ്. ലൈലത്തുൽ മുബാറക അനുഗ്രഹീതമായിട്ടുള്ള രാവാണ്. ആ രാവ് സാധാരണ രാവല്ല. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു രാവാണ്. 1000 മാസം എന്ന് പറയുന്നത് ഒരു പുരുഷായുസ്സാണ്. 83 വർഷം. ഒരു പുരുഷായുസിനേക്കാൾ മെച്ചപ്പെട്ട ഒരൊറ്റ രാവ്. ആ രാവ് വിധി നിർണായകമായിട്ടുള്ള രാവാണ്. ആ രാവിൽ ഇറങ്ങിയ ഖുർആനാണ് ആ രാവിന് ശേഷമുള്ള മനുഷ്യരുടെ വിധി നിർണയിക്കുന്നത്. അവരുടെ ഇഹപര വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആ ഖുർആനാണ്. ആ ഖുർആൻ ഇറങ്ങിയ രാവ് നിർണായകമായിട്ടുള്ള രാവാണ്. ഈ ഖുർആൻ ആകാശലോകത്തെ നിന്ന് ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ്, അർ-റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ്, ഷദീദുൽ ഖുവ, അതിശക്തൻ, മുതാഇൻ സമ്മ അമീൻ, ആകാശലോകത്ത് അനുസരിക്കപ്പെടുന്ന വിശ്വസ്തനായ മലക്ക്, ഷദീദുൽ ഖുവ, അതികഠിനമായ ശക്തിയുള്ളവൻ. ആ മലക്കാണ് ഈ ഖുർആൻ ആകാശലോകത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ രാവിന് വാർഷികമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സിൽ സംഭവിച്ചിട്ടുള്ള ആ രാവുണ്ടല്ലോ, ആ രാവിന് വാർഷികമുണ്ട്. ഓരോ വർഷത്തിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആവർത്തനത്തിന് സാക്ഷിയാകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഖള അഹ്ലഹു, സ്വയം ഉണരാറുണ്ടായിരുന്നു, തന്റെ കുടുംബാംഗങ്ങളെ ഉണർത്താറുണ്ടായിരുന്നു. വജദ്ദ, നിരന്തരമായി രാത്രികളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു. വശദ്ദൽ മിഅ്സർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ട് മുറുക്കിയെടുത്ത് കച്ച കെട്ടിയിറങ്ങുമായിരുന്നു. ആ രാവിന്റെ പവിത്രത വീണ്ടും വീണ്ടും നേടിയെടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മളും ആ പാത പിന്തുടരണം. ആ പാത പിന്തുടർന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നല്ലേ
ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ പ്രകാശവുമായി, വിശുദ്ധ ഖുർആൻ എന്ന പ്രകാശവുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ട്, ഖുർആൻ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ഖുർആനിനെ അനുധാവനം ചെയ്തുകൊണ്ട്, ഖുർആൻ ജീവിതത്തിന്റെ വെളിച്ചമാക്കി മാറ്റിക്കൊണ്ട്, ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അലങ്കരിച്ചുകൊണ്ട് ഖുർആനോടുള്ള ബാധ്യത നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അല്ലാഹു കരുണാവാരിധിയാണ്, കാരണം അവൻ ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതും മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നുള്ളതും ഖുർആൻ അവതരിപ്പിച്ചു എന്നതിന് ശേഷം മാത്രമാണ് അല്ലാഹുവിന്റെ കാരുണ്യമായി മാറുന്നത്. ഖുർആൻ എന്ന മാർഗദർശനമില്ലായിരുന്നുവെങ്കിൽ, ഖുർആൻ എന്ന പ്രകാശമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പോ, മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവോ, മനുഷ്യനുള്ള വിവേചന ബോധമോ വിവേചനാധികാരമോ ഒരിക്കലും ഒരനുഗ്രഹമായി മാറുമായിരുന്നില്ല, ലോകത്തിന്റെ ഒരു ശാപമായി മാറുമായിരുന്നു. അതുകൊണ്ട് ആ ഖുർആൻ അവതരിച്ച അല്ലാഹു, ആ അല്ലാഹു എന്ന പരമപ്രകാശവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കൂ, സുജൂദിലേർപ്പെടൂ. സുജൂദ് എന്ന് പറയുന്നത് അഖ്റബു മാ യകൂനുൽ അബ്ദു ലിറബ്ബി. ഒരു അബ്ദ് തന്റെ നാഥനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൂ. ആ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും, നിങ്ങൾക്ക് കരുത്ത് ലഭിക്കും. ചില നിമിഷാർദ്ധങ്ങളിൽ ആ അല്ലാഹുവായിട്ട് നിങ്ങൾക്കൊരു ടച്ച് കിട്ടും, ഒരു സ്പർശം കിട്ടും. ഒരു വൈദ്യുത സ്പർശം പോലെ അല്ലാഹു നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ആ പ്രകാശവുമായി നിങ്ങൾ ബന്ധപ്പെടുക. മൂന്നാമത്തതായി, നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക. ഈ അവസാനത്തപ്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ചയാണ്, നീ വിട്ടുവീഴ്ചയാണ്, വിട്ടുവീഴ്ചയുടെ പ്രതീകമാണ്, വിട്ടുവീഴ്ചയുടെ ആകത്തുകയാണ് നീ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. നീ നിനക്ക് വേണ്ടി വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, നീ മനുഷ്യർ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നാ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാറുണ്ടോ? ചില പള്ളികളിൽ നിന്ന് 4 റകഅത്ത് കഴിയുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന ആവർത്തിക്കും. നിങ്ങൾ അതിനോടൊപ്പം ചെല്ലാറുണ്ടോ? ഖുനൂത്ത് ഓതുന്ന പള്ളികളിൽ നിന്ന് ഖുനൂത്തിന്റെ ഭാഗമായി ഇത് ആവർത്തിക്കും. നിങ്ങൾ അപ്പോൾ ആമീൻ പറയാറുണ്ടോ? നിങ്ങൾ സ്വയം ഈ പ്രാർത്ഥന ചെല്ലാറുണ്ടോ? ഉണ്ടോ? ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ ചെല്ലാൻ ധാർമ്മികമായ അവകാശമുള്ളവർ നിങ്ങളിൽ എത്ര പേരുണ്ട്? നമ്മിൽ എത്ര പേരുണ്ട്? നാം പുനരാലോചന നടത്തണം. നമ്മുടെ സഹോദരനുമായുള്ള ചെറിയൊരു തർക്കത്തിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടുള്ള ചെറിയൊരു തർക്കത്തിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? ഒരടി
വരുന്ന ഒരു അതിർത്തി തർക്കത്തിൽ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അത് വിട്ടേച്ചുകൊണ്ട് അങ്ങോട്ട് ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സമസൃഷ്ടങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കാതെ നിങ്ങൾക്കെങ്ങനെയാണ് അല്ലാഹുവിനോട് വിട്ടുവീഴ്ചക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്? റമദാനിൽ അവശേഷിക്കുന്ന നാളുകൾ മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന നാളുകളാകട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ കുഴിച്ചു മൂടുന്ന നാളുകളാകട്ടെ, വേലിത്തർക്കങ്ങൾ അവസാനിപ്പിക്കുന്ന നാളുകളാകട്ടെ, കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന നാളുകളാകട്ടെ, ഭാര്യ ഭർത്താവിനോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, ഭർത്താവ് ഭാര്യയോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, അനുജൻ ജ്യേഷ്ഠനോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, മക്കൾ മാതാപിതാക്കളോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ, മാതാപിതാക്കൾ മക്കളോട് വിട്ടുവീഴ്ച ചെയ്യട്ടെ. വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ ഒരു മഹാപ്രളയം സൃഷ്ടിക്കുക. ആ പ്രളയത്തിൽ സ്വന്തം മനസ്സിന് ആശ്വാസം നേടിയെടുക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുക, അല്ലാഹുവിന്റെ വിട്ടുവീഴ്ചക്ക് പാത്രമായി തീരുക. അവസാനത്തെ പതിൽ വെറുതെയല്ല ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹുവുമായി ബന്ധം പുലർത്തുന്നത് പോലെ തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളോടുകൂടി ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഒരു ബന്ധം. രണ്ടാമത്തെ ബന്ധം അവരുടെ പ്രയാസങ്ങൾ കണ്ടറിയുന്നതാണ്, അവർക്ക് സാന്ത്വനമേകുന്നതാണ്, അവർക്ക് സഹായം നൽകുന്നതാണ്, അവർക്ക് സംഭാവനകൾ അർപ്പിക്കുന്നതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ സുഭിക്ഷതയോടുകൂടി ജീവിക്കുന്ന ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ഈ ദിനം എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. ഹോർമസ് കടലിടുക്ക് വളരെ ഒരു അപകടപാതയായി തീർന്നിരിക്കുകയാണ്. ചരക്കുകളുടെ പോക്കും വരവും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പോലും ഗ്യാസ് കിട്ടുന്നത് പ്രയാസകരമായി തീരുകയാണ്. നമ്മുടെ കുട്ടികൾ ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എത്ര കാലം ആ GCC രാഷ്ട്രങ്ങളുടെ മണലാരണ്യത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കിട്ടും എന്നറിയുകയില്ല. എല്ലാം പുറത്തുനിന്ന് വേണം. അവിടുത്തെ കച്ചവടം എത്ര കാലം നിലനിൽക്കും, അവിടുത്തെ ജോലി എത്ര കാലം നിലനിൽക്കുമെന്നറിയുകയില്ല. അത് കെട്ടുപോയാൽ ഇവിടെയും പ്രകാശമണിയും. അവിടെ വറ്റിപ്പോയാൽ നമ്മുടെ ടാങ്കിലും വറ്റും, നമ്മുടെ ടാങ്കിൽ വറ്റിയാൽ നമ്മുടെ ടാപ്പിലും വറ്റും. അങ്ങനെ ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാദുരന്തങ്ങളിൽ നിന്നും, മഹാപട്ടിണിയിൽ നിന്നും, മഹാദാരിദ്ര്യത്തിൽ നിന്നും, മഹാ അന്ധകാരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാജ്യങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇൻഫാഖിനെ കുറിച്ചാണ്. ഇൻഫാഖിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫി യൗമിൻ ദി മസ്ഗബ, ക്ഷാമമുള്ള ദിവസത്തിലാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അന്ന് ചെലവഴിക്കുന്നതിന് പ്രത്യേകമായ പദവിയുണ്ട്. ക്ഷാമമുള്ള ദിവസത്തിൽ, അല്ലെങ്കിൽ ക്ഷാമം സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷത്തിൽ നമ്മുടെ കയ്യിൽ ഉള്ള കാശ് കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ, അമിതമായി ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന ഇന്നത്തേതുപോലുള്ള ഘട്ടങ്ങളിലുണ്ടല്ലോ, ഈ ഘട്ടങ്ങളിലാണ് നമ്മൾ കൂടുതൽ ചെലവഴിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നു,
ഈ സന്ദർഭത്തിൽ നമ്മുടെ ചെലവുകൾ കുറക്കുക, നമ്മുടെ ആർഭാടം കുറക്കുക, നമ്മുടെ ജീവിതം ലളിതവൽക്കരിക്കുക, നമ്മുടെ ഓരോ സമയത്തെ ഭക്ഷണത്തിലും നമ്മൾ മിതത്വം പാലിക്കുക. പക്ഷേ മറ്റുള്ളവർക്ക് നൽകുക, നൽകുന്നതിൽ കൈയഴക്കുക. കാരണം അത് മനുഷ്യരുടെ ജീവിതം നിലനിർത്താനുള്ള നൽകലാണ്. അത് നമുക്ക് പരലോകത്ത് ഗുണം കിട്ടാനുള്ള നൽകലാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ദരിദ്രരിലേക്ക് പോകുന്ന ഓരോ നയാ പൈസയും സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന ഇതിനുള്ള ഏർപ്പാടുകളാണ്. ഖുർആൻ പറയുന്നുണ്ട്, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സകാത്ത് ഉണ്ടല്ലോ, ആ സകാത്ത് ഫഉലൈക ഹുമുൽ മുദഇഫൂൻ, അത് സമ്പദ്ഘടനയെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്, ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റമളാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട്. വരും ദിനങ്ങളിൽ നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ കാണാം, ഗ്രാമങ്ങളിൽ നിന്ന്, സബർബൻ ഏരിയകളിൽ നിന്ന് ആളുകൾ പട്ടണങ്ങളിലേക്ക് വരുന്നു. അവർ വന്നിട്ട് പീടികയിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നു, ചെരുപ്പ് വാങ്ങുന്നു, ചെറിയ ചെറിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു, പലയിടങ്ങളിലും ആ കാശ് ചെലവഴിക്കുന്നു. അങ്ങനെ സമ്പത്തിനെ ചലിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും, സമ്പത്തിനെ ചലിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ചലനമുണ്ടല്ലോ, ആ ചലനമാണ് സമ്പദ്ഘടനയുടെ വേര്, അടിവേരെന്ന് പറയുന്നത്, അതിന്റെ നാരായ വേരെന്ന് പറയുന്നത്. ഈ നാരായ വേരിനെ ശക്തിപ്പെടുത്തുക എന്ന പണിയാണ് സകാത്ത് നിർവഹിക്കുന്നത്, ദാനധർമ്മം നിർവഹിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കുറക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്ഷാമകാലത്തെ നേരിടാൻ കഴിയുക. ഒരു വലിയ അനുഭവം നമ്മുടെ മുമ്പാകെയുണ്ട്. അത് കോവിഡ് കാലം എന്ന കാലമാണ്. ആ കാലത്ത് നമ്മൾ എത്ര പ്രയാസപ്പെട്ടു എന്ന് നമുക്കറിയാം. പക്ഷേ അന്ന് നമ്മുടെ മനസ്സ് മൃദുലമായിട്ടുണ്ട്, നമ്മുടെ ഹൃദയം മൃദുലമായിട്ടുണ്ട്, നമ്മുടെ കരളിൽ പച്ചപ്പ് വന്നിട്ടുണ്ട്, അത് കനിവായിട്ട് കിനിഞ്ഞിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് ആശ്വാസം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ലോകം, മുസ്ലിം സമുദായം പ്രത്യേകിച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ, 10,000 കോടി രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങളാണ് ആ ക്ഷാമകാലത്ത് നടത്തിയിട്ടുള്ളത് എന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച് റെക്കോർഡാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ക്ഷാമകാലത്ത് ചെലവഴിക്കുന്നതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. വലൗ കാന ബിഹിം ഖസാസ, നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ ചെലവഴിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ മഹത്വമുള്ളവരായി തീരുന്നത് എന്ന് മനസ്സിലാക്കണം. സ്വർണവും വെള്ളിയും കാത്തു സൂക്ഷിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതും നൽകിയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ച മുഴുവൻ സമ്പത്തും നരകത്തിന്റെ തീയിലിട്ട് പഴുപ്പിക്കുകയും എന്നിട്ട് നിങ്ങളുടെ നെറ്റിത്തടങ്ങളിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടുവെക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നേരിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈമാനിന്റെ അല്പമെങ്കിലും ഒരംശം നമ്മിലുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമായും കൊടുത്തുവിട്ടുക. ശാസ്ത്രീയമായത് നിർവഹിക്കുന്ന സംഘങ്ങളുമായി ചേർന്നുകൊണ്ടത് നിർവഹിക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ സ്വന്തം അത് നിർവഹിക്കുക. ആ 2.5% നിന്നൊരംശം, ആ 5% നിന്നൊരംശം, ആ 10% നിന്ന് ഒരംശം നിങ്ങളുടെ സ്വത്തിൽ ബാക്കിയില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നത് പോലെ നിങ്ങളുടെ സ്വത്തിനെയും ശുദ്ധമാക്കുക.
ഇതാണ് റമളാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഖുർആനുമായുള്ള ബന്ധം, അല്ലാഹുവുമായുള്ള ബന്ധം, ജനങ്ങളോടുള്ള വിട്ടുവീഴ്ച, സമ്പത്ത് ശുദ്ധീകരിക്കുന്ന സകാത്ത്, സകാത്തിന് പുറമെയുള്ള സദഖയും മറ്റു കാര്യങ്ങളും. ഒരു വല്ലാത്ത സന്ദർഭമാക്കി നമുക്ക് ഈ അവസാനത്തെ 10 മാറ്റാൻ കഴിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വല്ലാത്ത ഒരു സമയമാക്കി ഇതിനെ മാറ്റണം. എല്ലാറ്റിനെയും തഴുകി തലോടി കടന്നു പോകുന്ന ഇളം തന്നലില്ലേ, അതുപോലെ സമൂഹത്തെ എല്ലാ മനുഷ്യരെയും തഴുകി തലോട് കടന്നു പോകുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെതായ ഒരന്തരീക്ഷമാക്കിയിട്ട് ഈ റമളാനിനെ പരിവർത്തിപ്പിക്കുവാൻ, അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുവാൻ ഈ അവസാനത്തെ 10 കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീൻ. സദഖല്ലാഹുൽ അലീം.